ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ പാഴ്സി സ്റ്റൈലാണ്. അതിനുവേണ്ടി ഒരു 600 ഗ്രാം ബോൺലെസ് ചിക്കൻ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂർ വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഒരു 1/4 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് വേണം വെക്കാൻ. പിന്നെ ഒരു 3 മുട്ട എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഒരു കപ്പ് ബ്രെഡ് ക്രംസും. ചിക്കൻ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ക്യൂബായിട്ട് വേണം എടുക്കാൻ. ഇങ്ങനെ ചെറിയ പീസ്, ഒരു മീഡിയം സൈസ് ആക്കിയാൽ മതി. ഇനി ഓരോ ചിക്കൻ പീസും ഈ എഗ്ഗിനകത്ത് ഡിപ്പ് ചെയ്ത് ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്യണം. കോട്ട് ചെയ്ത് മാറ്റി വെക്കണം. അങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ ചെയ്യാം. അപ്പം ചിക്കൻ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ ഈ മുട്ടയിൽ മുക്കുമ്പം ശ്രദ്ധിക്കണം, മുട്ടയിൽ മുക്കി അതേ കൈകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ ചെയ്യരുത്. അപ്പോൾ അത് ആ കോട്ടിങ് നമുക്ക് കിട്ടത്തില്ല. ഒരു കൈ കൊണ്ട് നമുക്ക് മുട്ടയിൽ മുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാവുള്ളൂ. ഒരു വോക്ക് പാൻ എടുത്ത് അത് ചൂടാകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം. ഇതൊന്ന് മുങ്ങിക്കിടക്കത്ത രീതിയിൽ ഇന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ ഓരോ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ഫ്രൈ ആയി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ, പാഴ്സി സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.